ാണ് ഈ വാർത്തയോട്. കേട്ടതിൽ സന്തോഷമുണ്ട്. എസ്ഐയുടെ ഭാഗത്തുനിന്ന് വലിയ ക്രൂരമായ അനുഭവം ഉണ്ടായതായിട്ട് ബിന്ദു പറഞ്ഞിരുന്നു. കേട്ടതിൽ വലിയ സന്തോഷമുണ്ട്. ഈ നിയമപരമായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോകും, പരാതികളുമായി മുന്നോട്ട് പോയി തന്നെ ചെയ്യും. എസ്ഐയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ക്രൂരമായ അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് ബിന്ദു പറഞ്ഞിരുന്നു. കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. എന്നെ അത്രയും പുലത ചെയ്തതിനോട് വളരെ വളരെ സന്തോഷമുണ്ട്. ഞാൻ ആ പരാതിക്കാരി ഓമന ഡാനിയലും ഈ പ്രസിഡന്റ് പറഞ്ഞ SI വേറൊരു പോലീസുകാരോട് എനിക്ക് പേരറിയില്ല, വേറൊരു പോലീസ് എനിക്ക് പേരറിയില്ല. അയാളും ഇതേപോലെ ജോലിയിൽ നിന്ന് തിരിച്ചു വിടുന്നുണ്ട്. ഇനിയും 2 പോലീസുകാർ കൂടിയുണ്ട്. 2 പോലീസുകാർ SI മാത്രമല്ല, അല്ല, ഇനിയും 2 പേരും കൂടെ ഉണ്ട്. നടപടി വേണം, നടപടി എടുത്തേ പറ്റൂ. എനിക്ക് ക്രൂരമായിട്ട് പെരുമാറിയ വേറെയും പോലീസുകാരുണ്ട്. പ്രസിഡന്റ് എന്ന് പറയണം, എന്നെ ഭയങ്കരമായിട്ട് എന്നെ ആത്മഹത്യയുടെ മുക്കിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഈ സാറാണ്. വെള്ളം ചോദിച്ചപ്പോൾ മോശമായിട്ടൊക്കെ സംസാരിച്ചു, അതേ പ്രസിഡന്റ് എന്ന് പറയുന്ന സാറാണ്. ഞാൻ പോലീസ് വെള്ളം ഞാൻ ചോദിച്ചു, അപ്പൊ പറഞ്ഞു ബാത്റൂമില് ബക്കറ്റിലുണ്ട്. ഞാൻ ബാത്റൂമിൽ പോയെങ്കിലും ഞാൻ അത് കുടിച്ചില്ല. ബാത്റൂമിൽ പോയിട്ട് ഞാൻ തിരിച്ച് ഇതുവരെ ഉണ്ടായി. എന്തായാലും നടപടിയിൽ സന്തോഷമുണ്ട്. പക്ഷേ SI പ്രസാദിനെ മാത്രം സസ്പെൻഡ് ചെയ്താൽ പോരാ, മറ്റ് 2 ഉദ്യോഗസ്ഥർ കൂടിയുണ്ട്. അവർക്കെതിരെ കൂടി നടപടി വരേണ്ടതുണ്ട്. തനിക്ക് നീതി ലഭിക്കണം, അതിനായി ഏതറ്റം വരെയും പോകും, നിയമപരമായി പരാതിയുമായി മുന്നോട്ട് എന്ന് തന്നെയാണ് ധൃതിയുവതിയായ ബിന്ദുവിന്റെ പ്രതികരണം. എന്തായാലും പരാതിക്ക് പിന്നാലെ ഒരു പ്രാഥമിക അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ പേരൂർക്കട SI പ്രസാദിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെയും ബിന്ദു പരാതി നൽകിയിട്ടുണ്ട്. സെയ്ഫ് സലദ്ദീൻ തുടരുന്നുണ്ട്. സെയ്ഫ്, ഇപ്പോൾ SIയെ മാത്രമാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്.